താരസംഘടനയിലെ പ്രതിസന്ധികൾ രൂക്ഷമായതിനെ തുടർന്ന് അഡ്ഹോക്ക് കമ്മിറ്റി രാജിവെക്കുന്നു. നിയമയുദ്ധത്തിനില്ലെന്ന് വ്യക്തമാക്കിയ കമ്മിറ്റി സംഘടനയുടെ രേഖകളടക്കം ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരന് കൈമാറി. കോടതി ഇടപെടലുകളിൽ അംഗങ്ങളുടെ പിന്തുണ ലഭിക്കാത്തതിലും മുതിർന്ന അംഗങ്ങളുടെ നിസ്സംഗതയിലും അമർഷം പ്രകടിപ്പിച്ച കമ്മിറ്റി തുടർ പ്രവർത്തനങ്ങൾ മുൻ കമ്മിറ്റിയെ തന്നെ ഏൽപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു. പിഷാരടിയുടെ ഓഡിയോ പുറത്തുവിട്ടതിൽ ശ്വേതമേനോനെതിരെയും വിമർശനമുയർന്നു. നിതിൻ സേവ്യറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നിതിൻ സേവ്യർ, അമ്മ കടുത്ത പ്രതിസന്ധിയിലേക്കും നീങ്ങുകയാണോ? ഡോക്ടർ അരുൺകുമാർ, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ജനറൽ ബോഡിയിൽ അന്നുണ്ടായിരുന്ന കമ്മിറ്റി, ഭരണത്തിലുണ്ടായിരുന്ന കമ്മിറ്റി രാജി പ്രഖ്യാപിച്ച് പുറത്തു പോയതിനു ശേഷമാണ് ജനറൽ ബോഡി കൂടി ഒരു താൽക്കാലിക കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത്. അവർ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയും മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന കുക്കു പരമേശ്വരന്റെ കയ്യിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളും ഒപ്പം വൈഫൈ പാസ്വേഡ്, ഇമെയിൽ ID അല്ലെങ്കിൽ മറ്റ് താക്കോലുകളെല്ലാം തന്നെ അവരെ വിളിച്ചു വരുത്തി വാങ്ങിയിരുന്നു. അതിനുശേഷമാണ് ശ്വേതാ മേനോൻ ഇവർക്കെതിരെ കോടതിയിൽ പോകുന്നത്. പിന്നീട് അഡ്ഹോക്ക് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ കോടതി തടയുകയും ചെയ്യുന്നത്. രമേശ് പിഷാരടി തുടർന്ന് അഡ്ഹോക്ക് കമ്മിറ്റിയിൽ തുടരുന്നില്ല എന്നൊരു പ്രഖ്യാപനവും നടത്തിയിരുന്നു. ഏതായാലും നിലവിൽ വലിയ പ്രതിസന്ധിയിലാണ് താരസംഘടനയുള്ളത്. കാരണം നിലവിലുള്ള അഡ്ഹോക്ക് കമ്മിറ്റി അവരും തുടരാനില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. കോടതിയിലേക്ക് പോകേണ്ട, പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് പരിഗണിക്കുമ്പോൾ പിഷാരടി അടക്കമുള്ളവർ അതിൽ മറുപടി പറയേണ്ടി വരും. എന്നാൽ ഒരു നിയമയുദ്ധത്തിന് അല്ലെങ്കിൽ ഒരു സ്റ്റേ വാങ്ങാൻ മേൽക്കോടതിയിലേക്ക് പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് നിലവിൽ അഡ്ഹോക്ക് കമ്മിറ്റി എത്തിയിരിക്കുന്നത്. താരസംഘടനയെ വലിയ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകാനില്ല, സംഘടനയെ വീണ്ടും കോടതിയിൽ വലിച്ചു കീറാനില്ല എന്നൊരു നിലപാടിലേക്ക് അവർ എത്തുന്നു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം കുക്കു പരമേശ്വരനെ താരസംഘടനയായ അമ്മയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഇവർ കൈവശം വെച്ചിരുന്ന അല്ലെങ്കിൽ കുക്കുവിന്റെ കയ്യിൽ നിന്നും ഇവർ വാങ്ങിയിരുന്ന എല്ലാ രേഖകളും അല്ലെങ്കിൽ മറ്റു വസ്തുക്കളും ഒക്കെ തന്നെ ഇവർ തിരികെ നൽകിയിട്ടുണ്ട്. ഒപ്പം വലിയ തോതിലുള്ള സങ്കടം ഇവർക്കുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ജനറൽ ബോഡി അംഗങ്ങൾ പോലും കോടതി വിധി അടക്കം എതിരായപ്പോഴും ജനറൽ ബോഡി അംഗങ്ങൾ തങ്ങൾക്കൊപ്പം നിന്നില്ല, അല്ലെങ്കിൽ മുതിർന്ന താരങ്ങൾ തങ്ങൾക്ക് വേണ്ടി സംസാരിച്ചില്ല, തങ്ങളെ വിളിച്ച് സംസാരിക്കാൻ പോലും ആരും തയ്യാറായില്ല എന്ന വിഷമമുണ്ട്. ഒപ്പം തന്നെ ശ്വേതാ മേനോൻ രമേശ് പിഷാരടിയുമായുള്ള ഫോൺ സംഭാഷണം പുറത്തുവിട്ടതിലും വലിയ അമർശമുണ്ട്. അത് മനഃപൂർവ്വം രമേശ് പിഷാരടിയെ താറടിച്ച് കാണിക്കാനാണ്. പ്രത്യേകിച്ച് അതിലെ ചില ഭാഗങ്ങൾ അത് വലിയ തോതിൽ രമേശ് പിഷാരടിക്കെതിരെ സൈബർ ആക്രമണത്തിന് വഴിവെക്കുന്നുണ്ട്. അപ്പോൾ അതിലും വലിയ അമർശം അവർക്കുണ്ട്. ഏതായാലും ഒരു നിയമയുദ്ധത്തിലേക്കില്ല എന്നാണ് നിലവിൽ അഡ്ഹോക്ക് കമ്മിറ്റിയുടെ തീരുമാനം. ഒപ്പം അഡ്ഹോക്ക് കമ്മിറ്റിയുടെ പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിക്കാനും തീരുമാനിച്ചിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ അഡ്ഹോക്ക് കമ്മിറ്റിയും രാജിവെക്കുന്നു.